നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ ഡോക്ടർ? അർച്ചനയ്ക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇറ്റ്സ് എ ക്രൈം. ഒരു കൊലപാതക ശ്രമമാണിത്. ആരെയാ നോക്കുന്നേ? എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. അർച്ചനയ്ക്ക് ഒരു കുഴപ്പവുമില്ല. സച്ചേട്ടാ, അർച്ചന, താൻ എന്തിനാ ഇത്രയ്ക്ക് റിസ്ക് എടുക്കാൻ പോയത്? പായസത്തിൽ പോയിസൺ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഇവിടെ ലാബില്ലേ? അതെടുത്ത് കുടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഡോക്ടർ, ഡോക്ടർ, കുഴപ്പമെന്തെങ്കിലും? നത്തിങ്. നൗ ടേക്ക് റെസ്റ്റ്. ഒരു 2 മണിക്കൂർ കഴിഞ്ഞാൽ പോവാം. സച്ചേട്ടാ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചോറൂണ് മുടങ്ങിയല്ലേ? എഴുതി വിഷമിക്കണ്ട, ചോറൂണ് മുടങ്ങില്ല. അവരെല്ലാരും നമ്മൾ ചെല്ലുന്നതും കാത്തിരിക്കുക. ഒന്നും കൊണ്ടും പേടിക്കണ്ട. ഒരു 2 മണിക്കൂർ റെസ്റ്റ് എടുത്ത് റിലാക്സ് ചെയ്തിട്ട് കുട്ടികൾക്ക് ചെന്ന് ചോറ് കൊടുക്കാം. ചടങ്ങ് മുടക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ഡോക്ടർ, പോയിസൺ എന്താണെന്ന് പറയാൻ പറ്റുമോ? പോയിസന്റെ ഡീറ്റെയിൽസ് ഇപ്പൊ പറയാൻ പറ്റില്ല. ഡീറ്റെയിൽ ടെസ്റ്റിന്റെ റിസൾട്ട് വരണം. ബട്ട് ഇവിടെ എത്തിക്കാൻ അല്പം കൂടെ താമസിച്ചിരുന്നെങ്കിൽ സ്ഥിതി ഇതാകുമായിരുന്നില്ല. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, യു ആർ വെരി ലക്കി. അപ്പൊ ശരി, വിശ്രമിക്കേ. നിങ്ങൾ വരൂ. എന്താ ഡോക്ടർ? അർച്ചനയ്ക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇറ്റ്സ് എ ക്രൈം. ഒരു കൊലപാതക ശ്രമമാണിത്. പോലീസിൽ അറിയിക്കാതിരിക്കാൻ പറ്റില്ല. സത്യമാണ് ഡോക്ടർ. കുഞ്ഞുങ്ങൾക്ക് ആ പായസം കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോ. പോലീസിൽ അറിയിക്കുന്നതിനാണ് നല്ലത്. ശരി, എന്തായാലും പോലീസിനെ ഞാൻ ഇൻഫോം ചെയ്യാം. അവര് വന്ന് മൊഴിയെടുത്തതിന് ശേഷം പോയാൽ മതി. ശരി ഡോക്ടർ. നിങ്ങൾ വിചാരിക്കുന്ന അത്ര ഈസി അല്ല കാര്യങ്ങള്. ഒരു വലിയ ദുരന്തമാണ് ഇന്ന് ഒഴിവായി പോയത്. അല്ലായിരുന്നുവെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താകുമായിരുന്നു? അർച്ചനയുടെ ധൈര്യം ഒന്നുകൊണ്ട് മാത്രമാണ് അത് സംഭവിക്കാതിരുന്നത്. അവള് ആ പായസം എടുത്ത് കുടിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല. അസാധാരണമായ മനക്കരുത്തുള്ള ഒരു കുട്ടിയാണ് അർച്ചന. അങ്ങനൊരു സിറ്റുവേഷനിൽ പാനിക് ആവാതെ ആ ചോറില് വിഷമുണ്ടോ എന്ന് അവള് ടെസ്റ്റ് ചെയ്ത് നോക്കിയല്ലോ. ഷീ ഈസ് വെരി ബ്രില്യന്റ്. ഡോക്ടർ, ഇത് ചെയ്തത് ആരായാലും അവരെ ഞങ്ങൾ വെറുതെ വിടില്ല. അതൊക്കെ പോലീസ് കണ്ടുപിടിച്ചോളൂ. എനിവേ, ആ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണെങ്കിലും പോയിസൺ കലർന്ന പായസം എടുത്തു കുടിക്കാൻ കാണിച്ച ആ ധൈര്യം ഉണ്ടല്ലോ, സമ്മതിക്കാതെ പറ്റില്ല. യു ആർ എ ലക്കി മാൻ. ഇതുപോലൊരു വൈഫിനെ ലോകത്ത് അപൂർവമായിട്ടേ കിട്ടുള്ളൂ. എനിവേ, ടേക്ക് കെയർ. ഏട്ടൻ വിഷമിക്കില്ലേ? ഏട്ടത്തിക്കൊന്നും പറ്റിയില്ലല്ലോ.
സച്ചേട്ടാ, നമ്മുടെ മക്കൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല മോളെ, അവര് സേഫാണ്. അച്ഛൻ ടെൻഷൻ അടിക്കാതിരിക്കെ. ഏട്ടത്തിക്ക് ഒന്നും സംഭവിക്കില്ല. അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇത്രയും സമയമായില്ലേ? അവർക്ക് ആർക്കെങ്കിലും ഒന്ന് വിളിച്ചുകൂടെ? ഹോസ്പിറ്റൽ ടെൻഷൻ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ അച്ഛാ. ഈ വീടിന്റെ നെടുന്തൂണ എന്റെ അർച്ചന മോള്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ ആരെയും വെറുതെ വിടില്ല. ഇത് ചെയ്തത് ആരായാലും അവരെ കൊണ്ട് ഞാൻ കണക്ക് പറയിപ്പിക്കും. നമ്മളപ്പ തന്നെ പോലീസിൽ വിവരം അറിയിക്കണായിരുന്നു. ഇവള് തന്നെയായിരിക്കും ഇതിന് പിന്നില്. ആ ജോലിക്കാർ ചിലപ്പോ ഇവളുടെ ആളായിരിക്കും. എനിക്ക് ചോദിക്കാനുള്ളത് നിന്നോടാ. ആ, അതിന് ഞാനെന്ത് തെറ്റ് ചെയ്തു? ആ ജോലിക്കാരിയെ വിളിച്ചത് നീയല്ലേ? ആരാ നിനക്ക് അവരെ പരിചയപ്പെടുത്തി തന്നത്? ആ, അവരാരാ എന്താന്നൊക്കെ നിനക്കറിയില്ലെങ്കിലും പരിചയപ്പെടുത്തി തന്നവർക്ക് അതറിയായിരിക്കുമല്ലോ. ജോലിക്കാരെ തരുമ്പോ നല്ല വിശ്വസ്തരായ ആളുകളെ തരണമെന്ന് നിനക്ക് പറയാമായിരുന്നു. ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ ഒഴിഞ്ഞു മാറാൻ നിനക്ക് പറ്റില്ല. അവരെവിടെ പോയാലും നീ തന്നെ അവരെ കണ്ടുപിടിച്ച് കൊണ്ടുവരണം. അച്ഛാ, എനിക്കവരെ ആരും പരിചയപ്പെടുത്തി തന്നതല്ല. ടൗണിലുള്ളൊരു ഏജൻസിന്നാ ജോലിക്കാരെ അയച്ചത്. ഞാൻ കരുതിയത് ഈ സ്ത്രീ അവരുടെ കൂടെ വന്ന ആളായിരിക്കുന്ന. എന്തായാലും ആ ഏജൻസി ഏതാണെന്നുള്ളത് വിശദമായിട്ടൊന്ന് അന്വേഷിക്കണം. അല്ല, അവരാരാ എന്താന്നൊക്കെ ഉള്ളത് നമുക്കറിയില്ലല്ലോ. അവരെക്കുറിച്ച് പറയാൻ ആ ഏജൻസിക്കാർക്ക് മാത്രമല്ലേ പറ്റുള്ളൂ. അത് തന്നെ എനിക്കും പറയാനുള്ളത്. ശത്രുക്കൾ ആരാ എന്താന്നൊന്നും നമുക്കറിയില്ലല്ലോ. ആ ജോലിക്കാരെ ചോദ്യം ചെയ്തപ്പോ അവര് പറഞ്ഞത് അവര് വരുമ്പോ ആ സ്ത്രീ ഗേറ്റിന് വെളിയിൽ നിൽക്കായിരുന്നു എന്നാ. അപ്പൊ പിന്നെ ആ സ്ത്രീ ആരാ? ആരാ അവരെ ഇങ്ങോട്ട് അയച്ചത്? രണ്ടു പിഞ്ചു കുഞ്ഞുങ്ങളോട് ഇത്രയും വലിയ ക്രൂരത കാണിക്കാൻ ഇത്രയും വലിയ ശത്രുക്കൾ നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ അത് ആരാണെന്ന് എനിക്കറിഞ്ഞേ പറ്റൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.